ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു മിനിറ്റ്. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് റെക്കറിംഗ് ഡോക്യുമെന്റ്, റെക്കറിംഗ് ട്രാൻസാക്ഷൻസ് എന്ന് പറയും. അടുത്ത ഹെഡിങ് കൊടുക്കുക, റെക്കറിംഗ് ട്രാൻസാക്ഷൻസ്. റെക്കറിംഗ് ട്രാൻസാക്ഷൻസ്. ഓക്കെ, റെക്കറിംഗ് ട്രാൻസാക്ഷൻസ് ഹെഡിങ് കൊടുക്കുക. ഓക്കെ, എന്താണ് ഈ റെക്കറിംഗ് ട്രാൻസാക്ഷൻസ്? അറിയാലോ എന്താ റെക്കറിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പർട്ടിക്കുലർ പീരീഡിലോട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ട്രാൻസാക്ഷൻസ് ആണ് റെക്കറിംഗ് ട്രാൻസാക്ഷൻ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെന്റ് എന്താണ് ഒരു റെക്കറിംഗ് ട്രാൻസാക്ഷൻ. എപ്പോഴും നമ്മൾ ഇന്ന ഡേറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ട്രാൻസാക്ഷൻ നോക്കും. ഫോർ എക്സാമ്പിൾ എല്ലാ മാസം 5-ാം തീയതി ആവുമ്പോൾ എന്ത് വരും, റെന്റ് ഇൻകർ ആവും. അതൊക്കെ എന്താ ഒരു റെക്കറിംഗ് ട്രാൻസാക്ഷനാണ്. സാലറി അല്ലെ, നമ്മൾ മാസം സാലറി അടയ്ക്കും അല്ലെ, സാലറി നമ്മൾ പേ ചെയ്യുമല്ലോ. ഈ സാലറി എന്താ മാസം ചെയ്യുന്നത്, അതും ഒരു റെക്കറിംഗ് ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ റെക്കറിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു ഫിക്സഡ് ടൈമിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ട്രാൻസാക്ഷൻസ് നമ്മൾ വിളിക്കുന്നതാണ് എന്ത്, റെക്കറിംഗ് ട്രാൻസാക്ഷൻസ്. റിപ്പീറ്റ് ആയിട്ട് വരുന്ന ട്രാൻസാക്ഷൻസിനാണ് എന്ത് വിളിക്കാം, റെക്കറിംഗ് ട്രാൻസാക്ഷൻസ് എന്ന് പറയാം. അപ്പോ നമ്മൾ SAP-നകത്ത് റെക്കറിംഗ് ട്രാൻസാക്ഷൻസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയും, ഇതൊരു റെഫറൻസ് ഡോക്യുമെന്റ് എന്നാണ് പറയാം. എന്താണ് റെക്കറിംഗ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്, ഒരു റെഫറൻസ് ഡോക്യുമെന്റ് ആണ്. എന്താ റെഫറൻസ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ സാമ്പിൾ ഡോക്യുമെന്റ് പഠിച്ചില്ലേ, അതൊരു റെഫറൻസ് ഡോക്യുമെന്റ് ആണ്. കാരണം അത് റെഫർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ശരിക്കുള്ള ഒരു എൻട്രി പോസ്റ്റ് ചെയ്യാം. അപ്പൊ എന്താണ് ഈ റെഫറൻസ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ് ദാറ്റ് പ്രൊവൈഡ്സ് ഡേറ്റ കോപ്പീഡ് ഇൻ ടു അനദർ ഡോക്യുമെന്റ്. നമ്മൾ വേറൊരു ഡോക്യുമെന്റിലോട്ട് ഈ പറയുന്ന ഡേറ്റാസ് കോപ്പി ചെയ്യുന്ന ആ ഒരു ഡോക്യുമെന്റ് നമ്മൾ വിളിക്കുന്നതാണ് റെഫറൻസ് ഡോക്യുമെന്റ് ആണ്. ഈ റെഫറൻസ് ഡോക്യുമെന്റിനെ കോപ്പി ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ശരിക്കും നമ്മൾ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ വിളിക്കുന്നതാണ് എന്ത്, ഈ റെഫറൻസ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. അതിന്റെ 2 എക്സാമ്പിൾസ് മാത്രമാണ് എന്ത്, റെക്കറിംഗും സാമ്പിൾ ഡോക്യുമെന്റ്. അപ്പൊ നമ്മൾ ഇന്നലെ സാമ്പിൾ ഡോക്യുമെന്റ് നോക്കി. ഈ സാമ്പിൾ ഡോക്യുമെന്റ് എന്ത് തന്നെയാണ്, റെക്കറിംഗ് ഡോക്യുമെന്റ് ആണ്. അതുപോലെ തന്നെ സാമ്പിൾ എന്താണ്, ഒരു റെഫറൻസ് ഡോക്യുമെന്റ് ആണ്. അതുപോലെ തന്നെ റെക്കറിംഗ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഒരു റെഫറൻസ് ഡോക്യുമെന്റ് ആണ്. കാരണം ഈ ഒരു ഡോക്യുമെന്റിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ റെക്കറിംഗ് ട്രാൻസാക്ഷൻ എങ്ങനെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ റെന്റ് പേയ്മെന്റ്, നമ്മൾ മാസം റെന്റ് അടയ്ക്കുന്നുണ്ട് ഇന്ന ദിവസത്തെ അല്ലെ. അപ്പൊ ഈ റെന്റ് പേയ്മെന്റ് അങ്ങനത്തെ സ്ഥിരമായിട്ട് ഓരോ മാസവും ഇന്ന ദിവസം മുമ്പ് വരുന്ന ആ ഒരു ട്രാൻസാക്ഷൻ എങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, റെക്കറിംഗ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യണം. കോഡ് വരുന്നത് FBD1. ഓക്കെ, ഹെഡിങ് കൊടുത്തോളുക, ക്രിയേറ്റ് റെക്കറിംഗ് ഡോക്യുമെന്റ്. ക്രിയേറ്റ് റെക്കറിംഗ് ഡോക്യുമെന്റ്. ക്രിയേറ്റ് റെക്കറിംഗ് ഡോക്യുമെന്റ്. കോഡ് വരുന്നത് FBD1. 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 അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, റെക്കറിംഗ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഞാൻ SAP എന്ന് എടുക്കട്ടെ. ഓക്കെ, ഇപ്പൊ നമുക്ക് അടിച്ചു കൊടുക്കാം FBD1. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, എങ്ങനെയാ ചെയ്യുന്നത്. ഓക്കെ, FBD1. ഫസ്റ്റ് തന്നെ നമ്മുടെ കമ്പനി കോഡ് കൊടുക്കുക കേട്ടോ. കമ്പനി കോഡ് കൊടുക്കുക NI78. ഫസ്റ്റ് തന്നെ നമ്മുടെ കമ്പനി കോഡ് എൻ്റർ ചെയ്യാം. അത് കഴിഞ്ഞ് ഫസ്റ്റ് റൺ ഓൺ കൊടുക്കാം. ഫസ്റ്റ് റൺ ഓൺ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് റൺ ഓൺ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് ഈ ട്രാൻസാക്ഷൻ എന്നാണോ പോസ്റ്റ് ചെയ്യുന്നത് ആ ഡേറ്റ് ആണ് ഫസ്റ്റ് റൺ ഓൺ എന്ന് പറയുന്നത്. ഫസ്റ്റ് റൺ ഓൺ എന്ന് പറയുന്നത് എന്താണ്, ആദ്യമായിട്ട് ഈ ട്രാൻസാക്ഷൻ എപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ ഡേറ്റ് ആണ് ഫസ്റ്റ് റൺ ഓൺ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് റൺ ഓൺ കൊടുക്കുക എന്നാ 5/11/2025. എല്ലാ മാസം 5-ാം തീയതി ആവുമ്പോൾ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുന്ന പോലെയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോ ഈ റെക്കറിംഗ് ഡോക്യുമെന്റ് ഗുണം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് പോസ്റ്റിങ്സ് നടന്നോളൂ.
ഓക്കെ, ഓട്ടോമാറ്റിക് ആയിട്ട് പോസ്റ്റിങ്സ് നടക്കും. ജസ്റ്റ് നമ്മൾ അതിന്റെ കുറച്ച് പ്രൊസീജിയേഴ്സ് എക്സിക്യൂട്ട് ചെയ്ത കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അപ്പൊ ആദ്യം നമ്മൾ ഫസ്റ്റ് റൺ ഓൺ കൊടുക്കുക. അതായത് ആദ്യം എപ്പോഴാണ് ഈ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുന്നത് ആ ഡേറ്റ് ഇവിടെ കൊടുക്കുക, 5/11/2025. ഇനി ലാസ്റ്റ് റൺ ഓൺ, ഇപ്പൊ രണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും ഇന്ന സമയം കൊണ്ട് അത് വൈൻഡ് അപ്പ് ചെയ്യുമായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് റൺ ഓൺ കൂടെ കൊടുക്കുക. സപ്പോസ് ആയിരിക്കാം ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത വർഷം ഒക്ടോബറിലാണ് വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അടുത്ത വർഷത്തെ ഡേറ്റ് കൊടുക്കുകയാണ് 5/10/2026. ഒരു വർഷത്തെ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ നവംബർ 5 തീയതി സ്റ്റാർട്ട് ചെയ്ത് ഒക്ടോബർ 5, 2026 ആകുമ്പോഴേക്കും വൈൻഡ് അപ്പ് ചെയ്യും. ഇനി ഇന്റർവെൽ ഇൻ മന്ത്സ്, അടുത്താണ് ഇന്റർവെൽ ഇൻ മന്ത്സ്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു ഫിക്സഡ് സമയത്തിന്റെ ഇടയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്ന ട്രാൻസാക്ഷൻ വരണമെന്ന് പറഞ്ഞു. ഒരു ഫിക്സഡ് സമയം ഉണ്ടാവും ഇടയിൽ, ആ ഒരു സമയത്തിന്റെ ഗ്യാപ്പിലായിരിക്കും നമുക്ക് എന്ത് വരാം, ഈ ട്രാൻസാക്ഷൻ വരുന്നത്. അതാണ് ഈ റെക്കറിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഒരു ഫിക്സഡ് ടൈം ഉണ്ടാവും, ആ ഫിക്സഡ് ടൈമിന്റെ ഗ്യാപ്പിലായിരിക്കും എന്ത് ചെയ്യുന്ന അടുത്ത ട്രാൻസാക്ഷൻ വരിക. അപ്പൊ ആ ഗ്യാപ്പ് നമ്മൾ ഇവിടെ കൊടുക്കുകയാണ്, ഇന്റർവെൽ ഇൻ മന്ത്. നമ്മൾ മന്ത് വൈസ് ആണ് നമ്മൾ ഗ്യാപ്പ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ എത്ര മാസത്തെ ഗ്യാപ്പാ? ഒരു മാസത്തെ ആണെങ്കിൽ ഇവിടെ 1 കൊടുക്കുക, 0.1 കൊടുക്കുക. 2 മാസമാണെങ്കിൽ 0.2, 3 മാസമാണെങ്കിൽ 0.3. അങ്ങനെ എത്രയും മാസത്തെ ഗ്യാപ്പ് ആണോ അത്രയും മാസം ഏതാണെന്നത് സെലക്ട് ചെയ്യാം. അപ്പൊ ഞാൻ അവിടെ ഒരു മാസത്തെ ഗ്യാപ്പേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ അവിടെ 0.1 കൊടുക്കാം, ഡബിൾ ക്ലിക്ക് ചെയ്യാം. കണ്ടോ, 0.1. അതായത് ഒരു മാസത്തെ ഗ്യാപ്പ് ആയതുകൊണ്ടാണ് 0.1 എന്ന് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് റൺ ഡേറ്റ് കൊടുക്കാം. ഓക്കെ, അടുത്ത എന്തായിരുന്നു? അടുത്ത നമുക്ക് കൊടുക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു മിനിറ്റ്, അടുത്ത നമുക്ക് കൊടുക്കേണ്ടത് എന്താണ്? റൺ ഡേറ്റ് ആണ്. ഓക്കെ, റൺ ഡേറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, റൺ ഡേറ്റ് കൊടുക്കേണ്ടടുത്ത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഡോക്യുമെന്റ് ടൈപ്പ് ആണ് കൊടുക്കേണ്ടത്. ഡോക്യുമെന്റ് ടൈപ്പ് എസ്. ഡോക്യുമെന്റ് ടൈപ്പ് കൊടുക്കുക എസ്. അത് കഴിഞ്ഞ് കറൻസി കൊടുക്കുക INR. കറൻസി കൊടുക്കുക INR. പിന്നെ എന്ത് ചെയ്യാം, നമ്മൾ ബാക്കി ട്രാൻസാക്ഷൻസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ കൊടുക്കുക. ഫസ്റ്റ് എന്താ, പോസ്റ്റ് കീ, ഫസ്റ്റ് ലൈൻ ആയിട്ട് പോസ്റ്റ് കീ എന്താ, ഡെബിറ്റ് അല്ലേ ചെയ്യുന്നത്, ഡെബിറ്റ് ചെയ്യുന്നതിന്റെ പോസ്റ്റ് ചെയ്താ 40. നമ്മുടെ ജേണൽ എൻട്രിയിലോട്ട് വരാണ്. എന്താ, അക്കൗണ്ട് ഏതാണ്, റെന്റിന്റെ എക്സ്പെൻസ് അല്ലേ, റെന്റ് എക്സ്പെൻസ് പേയ്മെന്റ് ചെയ്യാം. അപ്പൊ എന്താ എൻട്രി, റെന്റ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. റെന്റ് എന്നുള്ള എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യുന്നു, പൈസ പോകുന്നതുകൊണ്ട് ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ അക്കൗണ്ട് എന്നുള്ളടത്ത് റെന്റ് എക്സ്പെൻസ് ഉള്ള അക്കൗണ്ട് സെലക്ട് ചെയ്യാൻ പോവാണ്, റെന്റ് എക്സ്പെൻസ്. എന്റെ എൻട്രി അടിക്കാം. അപ്പൊ ഇവിടെ കണ്ടോ, റൺ ഡേറ്റ് ഈസ് ബിഫോർ സ്റ്റാർട്ടിംഗ് ഡേറ്റ്. റൺ ഡേറ്റ് ഈസ് ബിഫോർ സ്റ്റാർട്ടിംഗ്. ഈ റൺ ഡേറ്റ് കൊടുക്കണ്ട, ആക്ച്വലി കൊടുക്കണ്ട. ജസ്റ്റ് ഒന്ന് എൻട്രി അടിക്കാം. അപ്പൊ എൻട്രി അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു എറർ മെസ്സേജ് വരും. എന്താ, ഇൻ കമ്പനി കോഡ് NI78 ദ നമ്പർ റേഞ്ച് ഇസ് മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വരും. നമ്പർ റേഞ്ച് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു എറർ മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ മനഃപൂർവ്വം നമ്പർ റേഞ്ച് കൊടുക്കാഞ്ഞ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു എറർ സപ്പോസ് നിങ്ങൾ നേരിടേണ്ടി വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഈ എറർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തൊക്കെ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണേ. ഈ ഒരു എറർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണിത്. ഇൻ കമ്പനി കോഡ് NI78 ദ നമ്പർ റേഞ്ച് ഇസ് മിസ്സിംഗ് ഫോർ ദ ഇയർ 2025. ഇതിപ്പോ ഏത് വരാം, ഇതിപ്പോ സാമ്പിൾ ഡോക്യുമെന്റ് കേസ് ആണെങ്കിലും ശരി, ഇപ്പൊ ലെഡ്ജർ അക്കൗണ്ടിന്റെ ഡോക്യുമെന്റ് ആണെങ്കിലും ശരി, GL അക്കൗണ്ട് ഡോക്യുമെന്റ് ആണെങ്കിലും, ഏത് ഡോക്യുമെന്റ് ആണെങ്കിലും ഈ ഒരു എറർ മെസ്സേജ് വരാം. അതെന്തുകൊണ്ടാണ് ഈ എറർ മെസ്സേജ് വന്നതെന്ന് ആദ്യം മനസ്സിലാക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ നമ്പർ റേഞ്ച് ഇസ് മിസ്സിംഗ്, X1 എന്ന് പറയുന്ന നമ്പർ റേഞ്ച് മിസ്സിംഗ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇന്നലെ സാമ്പിൾ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നമ്പർ റേഞ്ച് കൊടുത്ത് ഓർമ്മയുണ്ടോ? FBN1 പോയിട്ട് ഓർമ്മയില്ലേ, നമ്മൾ നമ്പർ റേഞ്ച് ക്രിയേറ്റ് ചെയ്തത് FBN1. ആ FBN1 നമ്പർ റേഞ്ച് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ എറർ ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു റെക്കറിംഗ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം അതിനെ നമ്പർ റേഞ്ച് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്പർ റേഞ്ച് ക്രിയേറ്റ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്പർ റേഞ്ച് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എറർ അവിടെ സോൾവ് ആവും. അപ്പൊ ഡീകോഡ് എന്താ, നമ്പർ റേഞ്ചിന്റെ എന്തായിരുന്നു ഞാൻ പഠിപ്പിച്ചത്, FBN1. അപ്പൊ നമ്മൾ FBN1 എന്നുള്ള ഡീകോഡ് അടിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ആ ഒരു നമ്പർ റേഞ്ച് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, FBN1. സോ ഞാൻ അവിടെ ഒരു പുതിയൊരു GUI വിൻഡോ എടുക്കാണ്, ന്യൂ GUI വിൻഡോ. അതായത് ഈ മുകളില് കണ്ടോ ഒരു 3 വര, ആ 3 വര ക്ലിക്ക് ചെയ്യാം. മുകളിൽ ഒരു 3 ലൈൻസ് കാണാം, ആ 3 ലൈൻ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ന്യൂ GUI വിൻഡോ, ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ന്യൂ GUI വിൻഡോ എടുക്കാം. ഓക്കെ, അതെടുത്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്ത് കൊടുക്കുക, FBN1 എന്നുള്ള ഡീകോഡ് അടിച്ചു കൊടുക്കുക, FBN1. അതിനകത്ത് ആദ്യം നിങ്ങളെ കമ്പനി കോഡ് അടിച്ചു കൊടുക്കുക NI78. അത് കഴിഞ്ഞ് ചേഞ്ച് ഇന്റർവൽസ് കൊടുക്കുക.
ഓക്കെ, ചേഞ്ച് ഇന്റർവൽസ്. അത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ചെയ്യേണ്ടത് ഒരു ലൈൻ ഇൻസേർട്ട് ചെയ്യാന്നുള്ളതാണ്. സോ ഇവിടെ നമുക്ക് ഇൻസേർട്ട് ലൈൻ എന്നുള്ള ഒരു പ്ലസ് സൈൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇൻസേർട്ട് ലൈൻ എന്നുള്ള ഒരു പ്ലസ് സൈൻ കാണാം, ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്പർ റേഞ്ച് എന്നുള്ളിടത്ത് നിങ്ങൾ എന്ത് കൊടുക്കുക, എന്താ അവിടെ കാണിച്ചിരുന്നത് ആക്ച്വലി നമ്പർ റേഞ്ച് എന്നുള്ളിടത്ത് ഇവിടെ നോക്കിയേ, ദ നമ്പർ റേഞ്ച് x1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, നമ്പർ റേഞ്ച് x1 ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ എന്ത് കൊടുക്കണം, x1 എന്നാണ് കൊടുക്കേണ്ടത്. നമ്പർ റേഞ്ച് എന്നുള്ള കോളത്തില് x1 എന്ന് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇയർ ആണ് ചോദിച്ചിട്ടുള്ളത്, ഇയറും കൊടുക്കാം 2025. അത് കഴിഞ്ഞ് ഫ്രം നമ്പറും ടു നമ്പറും കൊടുക്കാം. ഫ്രം നമ്പർ ടു നമ്പർ. ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ ഇന്നലെ എന്താ പറഞ്ഞത്, 1 മുതൽ 1000 കൊടുക്കരുതെന്നാ പറഞ്ഞത്. കാരണം എന്താ, അത് ഓൾറെഡി ജനറൽ ലെഡ്ജർ ഡോക്യുമെന്റിന് വേണ്ടി യൂസ് ചെയ്തു. ഇപ്പൊ ഞാൻ പറയുന്നു 1001 മുതലും 2000 വരെയുള്ളതും യൂസ് ചെയ്യാൻ പാടില്ല. 1001നും 2000ത്തിനും ഇടയിലുള്ള നമ്പർ റേഞ്ചും യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എന്താ, അതും ഓൾറെഡി യൂസ്ഡ് ആണ്. അപ്പൊ 2000 കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു നമ്പർ എടുക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ 2001 മുതൽ 3000. ഈ ഒരു നമ്പർ റേഞ്ച് ചൂസ് ചെയ്യുക, 2001 മുതൽ 3000. കാരണം എന്താണ്, 2000 വരെ യൂസ്ഡ് ആണ്. പിന്നെ ഇനി ആകെ എന്താ ഉള്ളത്, 2000 കഴിഞ്ഞ് പിന്നെ ഉള്ളത് 2001 ആണ്. പിന്നെ അങ്ങോട്ട് 3000 വരെ അങ്ങനെ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ആദ്യം നമ്പർ റേഞ്ച് ചെയ്തായിരുന്നു. ഇവിടെ എററിനകത്ത് പറഞ്ഞിരിക്കുന്ന x1 ആണ്, അത് കൊടുത്തു. ഇയർ ഏത് ഇയർ ആണ് പറഞ്ഞത്, 2025, അതും കൊടുത്തു. ഫ്രം നമ്പർ കൊടുക്കുന്നു, ടു നമ്പർ കൊടുക്കുന്നു. ഇത്രയും കൊടുത്തതിന് ശേഷം സേവ് ചെയ്യാണോ, ഇത്രയും കൊടുക്കുക, സേവ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു മെസ്സേജ് വരും. എന്ത് ചെയ്യണം, എൻ്റർ അടിച്ചു വിട്ടാൽ മതി. എന്തായി, നമ്പർ റേഞ്ച് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് മനസ്സിലായോ, എന്താ ചെയ്തത്, ഈ എറർ എങ്ങനെയാ സോൾവ് ചെയ്യുന്നത് മനസ്സിലായില്ലേ? ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? ഓക്കെ ആണോ, എങ്ങനെയാ എറർ സോൾവ് ചെയ്യുന്നുള്ളത് ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ, താമസപ്പെടാവോ? അശ്വിൻ മനസ്സിലായി, ബാക്കിയുള്ളവർക്കോ? ഫാത്തിമ, ദിനാൻ, സഫാന ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എറർ ഇപ്പൊ സോൾവ് ആയല്ലോ, ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് എൻ്റർ അടിച്ച് നോക്കാം. എൻ്റർ അടിച്ചപ്പോ എന്തായി, അത് പോയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താ, അമൗണ്ട് ഇട്ട് കൊടുക്കുക. അമൗണ്ട് എത്രയാ, ഇപ്പൊ നമ്മള് ഒരു 15000 വന്നിരിക്കാം. റെന്റ് എത്രയാണ്, 15000. ഞാൻ അവിടെ അമൗണ്ട് കൊടുക്കുകയാണ് 15000. പിന്നെ ബാക്കി നമ്മുടെ ബിസിനസ് ഏരിയ ടെക്സ്റ്റ് എന്താ, ബീയിങ് റെന്റ് പെയ്ഡ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലൈൻ ഐറ്റം കൊടുക്കുക. എന്താ, ക്രെഡിറ്റ് അല്ലേ, ക്രെഡിറ്റിന്റെ പോസ്റ്റ് എന്താ 50 കൊടുക്കുക. അത് കഴിഞ്ഞ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഏത് അക്കൗണ്ടാ, ക്യാഷോ ബാങ്ക് അക്കൗണ്ട് ആണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോ എക്സാം എന്ത് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഏതാണ്, ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ബാങ്ക് അക്കൗണ്ട് ഇവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കുക. എന്നിട്ട് എമൗണ്ട് അവിടെ സ്റ്റാർ കൊടുക്കുക, ടെക്സ്റ്റിന് അവിടെ പ്ലസ് കൊടുക്കുക, ബിസിനസ് ഏരിയ എറണാകുളം കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്യുക കേട്ടോ. എൻ്റർ അടിക്കുക, ദെൻ സേവ്. എന്തായിട്ടുണ്ട്, ഡോക്യുമെന്റ് 2001 കമ്പനി കോഡിൽ സ്റ്റോർ ആയിട്ടുള്ളതാണ്. കണ്ടോ, ഇവിടെയും എന്താ, നമ്മൾ പോസ്റ്റഡ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്, സ്റ്റോർഡ് എന്നാണ്. സ്റ്റോർഡ് എന്നർത്ഥം എന്താ, ജസ്റ്റ് അത് സൂക്ഷിച്ചു വെച്ചിട്ടേ ഉള്ളൂ, അതെന്തായിട്ടില്ല, പോസ്റ്റ് ആയിട്ടില്ല. പോസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, റിപ്പോർട്ട്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ അല്ലേ എല്ലാവർക്കും, എങ്ങനെയാണ് ചെയ്തത് മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ, എങ്ങനെയാ റെക്കറിംഗ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് മനസ്സിലായെങ്കിൽ താമസപ്പെട്ടെ? കശ്ഫുൽ ആൻഡ് സഫാന ഓക്കെ അല്ലേ? ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഇപ്പൊ വരാവേ.
ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു റെക്കറിംഗ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, ക്രിയേറ്റ് റെക്കറിംഗ് ഡോക്യുമെന്റ്. ഇനി അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ്? റെക്കറിംഗ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്കത് ഡിസ്പ്ലേ ചെയ്യണം. ഇപ്പൊ നമുക്ക് സാമ്പിൾ ഡോക്യുമെന്റ് ഡിസ്പ്ലേ ചെയ്യാന്ന് പറഞ്ഞില്ലേ, അതേപോലെ റെക്കറിംഗ് ഡോക്യുമെന്റ് നമുക്ക് എന്ത് ചെയ്യണം? ഡിസ്പ്ലേ ചെയ്യണം. അപ്പൊ അടുത്ത ഹെഡിങ് കൊടുത്തോളുക, ഡിസ്പ്ലേ റെക്കറിംഗ് ഡോക്യുമെന്റ്. ഡിസ്പ്ലേ റെക്കറിംഗ് ഡോക്യുമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ക്രിയേറ്റ് ചെയ്ത ഡോക്യുമെന്റ് നമുക്കൊന്ന് കാണണം, ഈ എൻട്രി എല്ലാം കറക്റ്റ് അല്ലേ എന്നൊന്ന് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ഈ ഒരു ടി കോഡ് അടിച്ചു കൊടുക്കാം. എന്താ? ഡിസ്പ്ലേ റെക്കറിംഗ് ഡോക്യുമെന്റ് ടി കോഡ് F.15. 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 ഓക്കെ, F.15 പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡോക്യുമെന്റ് ഡിസ്പ്ലേ ചെയ്യാം. ഏത്? റെക്കറിംഗ് ഡോക്യുമെന്റ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാ നോക്കിയാലോ? നമുക്ക് F.15 അടിക്കാം. F.15. അതിനകത്ത് നമ്മുടെ കമ്പനി കോഡ് അടിച്ചു കൊടുക്കാം, NI78. അത് കഴിഞ്ഞ് ഡോക്യുമെന്റ് നമ്പർ അടിച്ചു കൊടുക്കുക. ഡോക്യുമെന്റ് നമ്പർ എത്രയായിരുന്നു? 2001. അത് കഴിഞ്ഞ് ഫിസിക്കൽ ഇയർ കൊടുക്കുക, 2025. ഇത്രയും കാര്യങ്ങൾ കൊടുത്താൽ മതി. ഏതൊക്കെ? കമ്പനി, ഡോക്യുമെന്റ് നമ്പർ, ഫിസിക്കൽ ഇയർ, ഇത്രയും കാര്യങ്ങൾ കൊടുക്കാം. എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. ഇത്രയും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാം, എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പൊ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എൻട്രി നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിത് ക്ലിക്ക് ചെയ്യാനൊന്നും പറ്റില്ല, ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുള്ളൂ. കണ്ടോ, ഇതുപോലെ ഒരു എൻട്രി കാണാൻ പറ്റത്തുള്ളൂ. കണ്ടോ, ഇവിടെ 40, 50. ഓക്കെ, കണ്ടോ, ഡെബിറ്റ് ക്രെഡിറ്റ് എത്രയാ? 3002 അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു, 2 അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് ആ നമ്പർ, അക്കൗണ്ട് നമ്പർ മാത്രം കാണാൻ പറ്റുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമുക്ക് സാമ്പിൾ ഡോക്യുമെന്റ് അങ്ങനെ ആയിരുന്നില്ല, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വ്യൂ ചെയ്യാൻ പറ്റുമായിരുന്നു. ഏത് അക്കൗണ്ടാ കൊടുത്തതെന്നൊക്കെ ചെക്ക് ചെയ്യായിരുന്നു. ഇവിടെ ജസ്റ്റ് അക്കൗണ്ട് നമ്പർ മാത്രമായിരിക്കും കാണാൻ പറ്റുക. ഓക്കെ, ക്ലിയർ ആണ് എല്ലാവർക്കും? റെക്കറിംഗ് ഡോക്യുമെന്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഐ മീൻ ഡിസ്പ്ലേ എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഡിസ്പ്ലേ എങ്ങനെയാണെന്നുള്ളത് F.15 ഓക്കെ ആണ്. ബാക്കിയുള്ളവർക്കോ ഓക്കെ ആണോ? തഷ്ഫുലാൻ, ഫാത്തിമദിന ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഓക്കെ ആണോ? നിങ്ങളൊന്നും വേണ്ടാത്ത നിങ്ങൾ രണ്ടുപേരും ഉണ്ടോ ക്ലാസ്സില്? തഷ്ഫുലാൻ, ഫാത്തിമ ഓക്കെ. അപ്പൊ അതായിരുന്നു നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ഡോക്യുമെന്റ് ഡിസ്പ്ലേ ചെയ്യാന്നുള്ളതായിരുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെ? നമുക്ക് ഈ ഡോക്യുമെന്റ് എക്സിക്യൂട്ട് ചെയ്യണ്ടേ? ഒരു റെക്കറിംഗ് ഡോക്യുമെന്റ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുക? അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. എന്താണ്? എക്സിക്യൂട്ട് റെക്കറിംഗ് ഡോക്യുമെന്റ്. നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക, എക്സിക്യൂട്ട് ചെയ്യുക. നമ്മൾ ഇന്നലെ സാമ്പിൾ ഡോക്യുമെന്റ് എക്സിക്യൂട്ട് ചെയ്ത ഓർമ്മയില്ലേ? അതേപോലെ തന്നെ നമ്മുടെ റെക്കറിംഗ് ഡോക്യുമെന്റ് നമുക്ക് എന്ത് ചെയ്യാം? എക്സിക്യൂട്ട് ചെയ്യാം. റെക്കറിംഗ് ഡോക്യുമെന്റ് നമുക്ക് ഇതുപോലെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ടി കോഡ് എന്താ? എക്സിക്യൂട്ട് ചെയ്യുന്നതിന് F.14. 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 അപ്പൊ F.14 പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഡോക്യുമെന്റ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന സെൻസ് എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് പോസ്റ്റ് ചെയ്യണ്ടേ ട്രാൻസാക്ഷൻ? നമ്മളിപ്പോ ജസ്റ്റ് ഒരു റെഫറൻസ് ഡോക്യുമെന്റ് മാത്രമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇനി പോസ്റ്റിങ്ങിലോട്ട് കടക്കണ്ടേ? ആ പോസ്റ്റിങ്ങിന്റെ ഒരു ഭാഗമാണ് ഈ എക്സിക്യൂട്ട് എന്ന് പറയുന്നത്. ഇത്ര നീണ്ട സ്റ്റെപ്പാണ്, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. F.14. സോ നമുക്ക് നോക്കാം, /F.14. അതിനകത്ത് ഫസ്റ്റ് നമ്മുടെ നമ്മുടെ കമ്പനി കോഡ് കൊടുക്കാം. കമ്പനി കോഡ് കൊടുക്കാം. അതിനുശേഷം ഡോക്യുമെന്റ് നമ്പർ കൊടുക്കാം. അതിനുശേഷം ഫിസിക്കൽ ഇയർ കൊടുക്കാം. എന്താണ്? ഫിസിക്കൽ ഇയർ. പിന്നെ നിങ്ങൾക്ക് എന്താ പറയാ, ഇതിനകത്ത് പിന്നെ വേറെ കൊടുക്കാൻ പറ്റുന്നത് ഡോക്യുമെന്റ് ടൈപ്പ് ആണ്. ഡോക്യുമെന്റ് ടൈപ്പ് SA കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എൻട്രി വൈസ് എന്തെങ്കിലും വേണമെങ്കിൽ ആ എൻട്രിയുടെ ഡേറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഇതൊന്നും ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് താഴെ സെറ്റിൽമെന്റ് പീരീഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സെറ്റിൽമെന്റ് പീരീഡിൽ നിങ്ങൾ ഏത് ഡേറ്റിനാണ് നിങ്ങൾ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുന്നത് ആ ഡേറ്റ് കൊടുക്കുക. ഇപ്പൊ 5-ാം തീയതി അല്ലേ പോസ്റ്റ് ചെയ്യുന്നത്? അപ്പൊ 5/11/2025 എന്ന ഡേറ്റിന് കൊടുക്കുക. സെറ്റിൽമെന്റ് പീരീഡ് 5/11/2025 എന്ന് കൊടുക്കുക. അപ്പൊ എന്തൊക്കെ കൊടുക്കണ്ടേ? കമ്പനി കോഡ്, ഡോക്യുമെന്റ് നമ്പർ, ഫിസിക്കൽ ഇയർ,
പിന്നെ അതിനുശേഷം ഡോക്യുമെന്റ് ടൈപ്പ്, സെറ്റിൽമെന്റ് പീരീഡ്, ഇത്രയും കാര്യങ്ങൾ കൊടുക്കുക. എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം? എക്സിക്യൂട്ട്. അപ്പൊ ഇവിടെ കാണാം സെഷൻ SAP F120 വാസ് ക്രിയേറ്റഡ്. കണ്ടോ? സെഷൻ SAP F120 വാസ് ക്രിയേറ്റഡ് എന്നൊരു മെസ്സേജ് വന്നു. ഇതിപ്പോ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു. ഇവിടം കൊണ്ട് കാര്യം കഴിഞ്ഞില്ല. നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് F.14 മാത്രമല്ല, F.14 കഴിഞ്ഞ് നമുക്ക് ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യണം. അതാണ് SM35. ഓക്കെ, അടുത്ത സ്റ്റെപ്പാണ്. അപ്പൊ നമ്മൾ ഈ ഒരു എക്സിക്യൂട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു മെസ്സേജ് ആണ്. ഏത് മെസ്സേജ്? SAP F120 ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരണം. ഈ ഒരു മെസ്സേജ് വന്നതിന് ശേഷം, ഈ SAP F120 വാസ് ക്രിയേറ്റഡ് എന്നുള്ള മെസ്സേജ് വന്നതിന് ശേഷം എന്ത് ചെയ്യുക? SM35 എന്നുള്ള ഡീകോഡ് അടിച്ചു കൊടുക്കുക. SM35 പോയതിനു ശേഷം ഇവിടെ നമ്മുടെ സെഷൻ നെയിം കാണാം. എന്തായിരുന്നു നമ്മുടെ മെസ്സേജിലെ സെഷൻ നെയിം? SAP F120 എന്നായിരുന്നു വന്നിരുന്നത് അല്ലെ? നമ്മുടെ സെഷൻ നെയിം എന്തായിരുന്നു? SAP F120. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് SAP F120 ഇവിടെ കാണാൻ പറ്റും അല്ലെ? കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇവിടെ കാണാം, ഇവിടെ ഉണ്ട്. താഴെ നിങ്ങൾക്ക് SAP F120 ഉണ്ട്. ഇതിൽ ഏതാണ് നമ്മുടെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഈ SAP F120 ഏതാണ് നമ്മുടെ അങ്ങനെ മനസ്സിലാക്കുക? അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റഡ് ബൈ എന്നുള്ള ഈ ഒരു ഇത് നോക്കാം. ക്രിയേറ്റഡ് ബൈയില് ആരാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് മനസ്സിലാവും. Finpro3 എന്ന് പറഞ്ഞാൽ എന്റെ യൂസർ നെയിം ആണ് Finpro3. ഇപ്പൊ ഓരോരുത്തർക്കും ഞാൻ ഓരോ യൂസർ ID പാസ്വേഡ് ഉണ്ട്. അപ്പൊ അതിനകത്ത് നിങ്ങളുടെ യൂസർ ID ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെയാണ്. നിങ്ങളുടെ തന്നെയാണ് എന്ത്? ആ യൂസർ ID. ഓക്കെ, അപ്പൊ യൂസർ ID നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? ഇത് നിങ്ങളുടെ ആണെന്നുള്ളത് ഉറപ്പാക്കാനായിട്ട്. ശരി, യൂസർ ID നോക്കി. എന്നിട്ടും ഒരു 2-3 എനിക്ക് അവിടെ കാണാം. ഇപ്പൊ ഇവിടെ Finpro03, വീണ്ടും ഒരു Finpro03, അങ്ങനെ കുറെ Finpro03 എന്തുണ്ട് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ കാണുവാണെങ്കിൽ എന്ത് ചെയ്യും? ഇതിൽ ഏതാണ് ഞാനിപ്പോ ഉദ്ദേശിക്കുന്ന ആ ഒരു എൻട്രി? അതറിയണ്ടേ? ഇപ്പൊ ഞാൻ റെക്കറിംഗ് ഡോക്യുമെന്റ് ഞാൻ എക്സിക്യൂട്ട് ചെയ്തു. പക്ഷെ ഏത് റെക്കറിംഗ് ഡോക്യുമെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെ അറിയാൻ പറ്റും? കാരണം എന്റെ 3 Finpro03 എന്ന് പറഞ്ഞൊരു സെർവർ തന്നെയായിരുന്നു, യൂസർ നെയിം തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതാണ് ഞാൻ ഇപ്പോ പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ മനസ്സിലാക്കും? ഡേറ്റും ടൈമും നോക്കിയിട്ട് വേണം നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, ഡേറ്റും ടൈമും നിങ്ങൾക്ക് അറിയാലോ. ഇന്ന സമയത്താണ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്തത്. ആ എക്സിക്യൂട്ട് ചെയ്ത സമയവും ഡേറ്റും നോക്കിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പറയാനായിട്ട് ഇത് ഇപ്പൊ പോസ്റ്റ് ചെയ്തത്. ഇപ്പൊ ഞാനിപ്പോ 2:57 ആയപ്പോഴാണ് ഡോക്യുമെന്റ് എക്സിക്യൂട്ട് ചെയ്തത്. അപ്പൊ 2:57 ടൈമിൽ നോക്കിയേ, ഈ ഒരു ഡോക്യുമെന്റ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. അപ്പൊ അങ്ങനെ വേണം നിങ്ങൾ നോക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ യൂസർ നെയിം നോക്കണം. യൂസർ നെയിം നോക്കിയിട്ടും കുറെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ടൈം നോക്കാം. ഇപ്പൊ ചിലപ്പോൾ വിചാരിക്കാം ബി സ്ലോട്ടിലെ സ്റ്റുഡൻസിന് നിങ്ങളുടെ ID ഉണ്ട് നിൽക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ സഫാന ID Finpro44 ആണ്. അപ്പൊ Finpro44 എന്നുള്ള ID ചിലപ്പോൾ ബി സ്ലോട്ടിൽ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ചിലപ്പോൾ അവർ യൂസ് ചെയ്തൊക്കെ എന്ത് കാണാൻ പറ്റും? ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ എന്ത് ചെയ്യും? ഇത് നമ്മുടെ ID നമ്മൾ ക്രിയേറ്റ് ചെയ്ത് തന്നെയല്ലേ എങ്ങനെ എൻഷുർ ചെയ്യാൻ പറ്റും? എൻഷുർ ചെയ്യണത് ജസ്റ്റ് ആ ഡേറ്റും ടൈമും നോക്കിയിട്ട് വേണം നമ്മൾ എൻഷുർ ചെയ്യാൻ. ഇത് നമ്മുടെ ആൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ എനിക്കറിയാം 2:57 ആയപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. അപ്പൊ 2:57 ക്രിയേറ്റ് ചെയ്തത് ജസ്റ്റ് നോക്കിയാൽ മതി. കണ്ടോ, ഇവിടെ 2:57 ക്രിയേറ്റ് ചെയ്തായിട്ട് കാണാൻ പറ്റും. ജസ്റ്റ് എന്ത് ചെയ്യുക? അതൊന്ന് സെലക്ട് ചെയ്യുക. വൺസ് നമ്മുടെ സെഷൻ ആണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ, ഓക്കെ, നമ്മുടെ സെഷൻ ആണെന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യാൻ സെൻസ് ആ ടിക്ക് ബോക്സ് ടിക്ക് ചെയ്യുക. ഓക്കെ, അതൊന്ന് സെലക്ട് ചെയ്തിടാം. നമ്മുടെ ആണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞ് പ്രോസസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പ്രോസസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് വീണ്ടും നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രോസസ് എന്നൊരു ടിക്ക് ബട്ടൺ കാണാൻ പറ്റും. അതൊന്ന് ടിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് എന്തെങ്കിലും മാറ്റി കൊടുക്കാണ്ടെങ്കിൽ മാറ്റി കൊടുക്കുക. അല്ലാത്ത പക്ഷം ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കാം. ഇങ്ങനെ എൻ്റർ അടിച്ച് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എൻ്റർ അടിച്ച് പോവാം. എൻ്റർ അടിച്ച് ഈ ഒരു മെസ്സേജ് വരുന്നവരെ എൻ്റർ അടിക്കാം. ഏത് മെസ്സേജ്? പ്രോസസിംഗ് ഓഫ് ബാച്ച് ഇൻപുട്ട് സെഷൻ കംപ്ലീറ്റഡ് എന്ന് പറയുന്നവരെ എൻ്റർ അടിക്കാം. ആ പ്രോസസ് ക്ലിക്ക് ചെയ്തതിനു ശേഷം പിന്നെ അങ്ങോട്ട് ഫുൾ എൻ്റർ അടിച്ച് അവസാനം ഈ ഒരു മെസ്സേജ്, ഏത് മെസ്സേജ്? പ്രോസസിംഗ് ഓഫ് ബാച്ച് ഇൻപുട്ട് സെഷൻ കംപ്ലീറ്റഡ് എന്നൊരു മെസ്സേജ് വരും. പ്രോസസിംഗ് ഓഫ് ബാച്ച് ഇൻപുട്ട് സെഷൻ കംപ്ലീറ്റഡ്. ആ ഒരു മെസ്സേജ് വരുന്നവരെ എൻ്റർ അടിക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക? ഒന്നുകൂടെ എൻ്റർ അടിക്കാം. അപ്പൊ എന്ത് കാണാൻ പറ്റും? നമ്മുടെ ഈ ഒരു സെർവർ സെഷൻ SAP F120 ഇപ്പൊ കാണില്ല. ഇപ്പൊ ഞാൻ ക്രിയേറ്റ് ചെയ്ത് കാണുന്നുണ്ടോ Finpro03? ഇല്ല. കാണുന്നതാ
അത് ഓൾറെഡി എന്തായിട്ടുണ്ട്, ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ ഒരു ഇത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തത് മനസ്സിലായോ? ഓക്കെ ആണോ? തംസപ്പെടാ ഓക്കെ ആണല്ലേ? സഫാന ഓക്കെ അല്ലേ? അപ്പൊ എന്ത് ചെയ്തു, നമ്മളത് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ എന്ത് ചെയ്തു, അത് എക്സിക്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് FGL3 എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ആ ഒരു ഇത് കാണാനായിട്ട് പറ്റും. നമ്മൾ 5-ാം തീയതി എക്സിക്യൂട്ട് ചെയ്തല്ലോ. സോ നമുക്ക് FGL3 പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. FGL3 ഫ്രണ്ടിന്റെ അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഓൾ ഐറ്റം കൊടുക്കുക, ദെൻ എക്സിക്യൂട്ട്. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ 5-ാം തീയതി പോസ്റ്റ് ചെയ്ത എൻട്രി കാണാം. കണ്ടോ, 15,000 ഈ ഫ്രണ്ട് പേര് എന്ന് പറഞ്ഞ എൻട്രി അവിടെ പോസ്റ്റ് ആയതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്കറിംഗ് ഡോക്യുമെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? എങ്ങനെയാ റെക്കറിംഗ് ഡോക്യുമെന്റ് എക്സിക്യൂട്ട് ചെയ്ത് മനസ്സിലായല്ലേ? ഓക്കെ ആണ്. ഇനി നിങ്ങൾക്ക് നിങ്ങൾ F.15 ഇല്ലേ, ആ ഒരു ടി കോഡ് ഓർമ്മയില്ലേ? F.15. ഈ F.15 തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് നമുക്ക് അടുത്ത റൺ ഡേറ്റ് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, നിങ്ങൾ F.15 തന്നെ നിങ്ങൾ ആ ഡോക്യുമെന്റ് നമ്പറും ഫിസിക്കൽ ഇയർ ഒക്കെ കൊടുത്ത് നിങ്ങൾ ചെയ്യുമല്ലോ, എക്സിക്യൂട്ട് ചെയ്യുമല്ലോ. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതായത് ആ ഡിസ്പ്ലേ റെക്കറിംഗ് ഡോക്യുമെന്റ് എന്നുള്ള ടി കോഡ് അടിച്ചു കൊടുത്ത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാം ആദ്യത്തെ റൺ ഡേറ്റ് 5 നെക്സ്റ്റ് റൺ ഡേറ്റ് വരുന്നത് 5/12 എക്സിക്യൂട്ട് ചെയ്യുന്നത്. കണ്ടോ, നെക്സ്റ്റ് റൺ എപ്പോഴാണ് വന്നിരിക്കണേ, 5/12/2025. അപ്പൊ അടുത്ത മാസം എന്ത് വരും, അടുത്ത ഡോക്യുമെന്റ് പോസ്റ്റിംഗ് ആയിരിക്കും. അപ്പൊ അടുത്ത 5-ാം തീയതി ആകുമ്പോഴേക്ക് എന്ത് ചെയ്യണം, വീണ്ടും നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണം. അടുത്ത 5-ാം തീയതി ആകുമ്പോൾ എന്ത് ചെയ്യുക, വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് റണ്ണിന് മാത്രം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, നിങ്ങൾ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യണം, റെക്കറിംഗ് ഡോക്യുമെന്റ്. അത് കഴിഞ്ഞിട്ട് റെക്കറിംഗ് ഡോക്യുമെന്റ് എക്സിക്യൂട്ട് ചെയ്യുക. രണ്ടാമത് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക, രണ്ടാമത് നിങ്ങൾ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, F.14 തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ ഇനി ഡിസംബർ 5-ാം തീയതി പോസ്റ്റിംഗ് ചെയ്യില്ലേ, ഡിസംബർ 5-ാം തീയതി പോസ്റ്റിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്യണ്ട, ജസ്റ്റ് എവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി, F.14. അതായത് ഏത് സ്റ്റെപ്പാ, എക്സിക്യൂട്ട് റെക്കറിംഗ് ഡോക്യുമെന്റ് എന്നുള്ള സ്റ്റെപ്പ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ SM35 അങ്ങനെ പോവാം. ക്ലിയർ അല്ലേ? ഇങ്ങനെയാ റെക്കറിംഗ് ഡോക്യുമെന്റ് പോസ്റ്റ് ചെയ്യാൻ മനസ്സിലായല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നത്തെ ട്രാൻസാക്ഷൻസ് ഞാൻ തരാം. ഒരു മിനിറ്റ് നോട്ട് ചെയ്തോളുക, ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. ക്രിയേറ്റ് ദ റെക്കറിംഗ് ഡോക്യുമെന്റ്, ക്രിയേറ്റ് റെക്കറിംഗ് ഡോക്യുമെന്റ് ഫോർ ദ ഫോളോയിങ്, ആദ്യത്തത് റെന്റ് പേയ്മെന്റ് rupees 10,000. സ്റ്റാർട്ടിംഗ് ഡേറ്റ് വരുന്നത് എന്താ പറയാ, 5th August. ഓക്കെ, 5th August. എൻഡിങ് ഡേറ്റ് വരുന്നത് 5th August ഈ വർഷം കേട്ടോ, 2025 ആണ്. എൻഡ് ഡേറ്റ് വരുന്നത് 5th July 2026. ഓക്കെ, ഈ ഒരു റെക്കറിംഗ് ഡോക്യുമെന്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. റെന്റ് പേയ്മെന്റ് റെക്കറിംഗ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുക 10,000. സ്റ്റാർട്ടിംഗ് ഡേറ്റ് 5th August, എൻഡ് ഡേറ്റ് 5th July. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ പറയുന്ന എക്സിക്യൂട്ട് ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്യേണ്ടത് execute the document for the following dates. ഏതൊക്കെ മാസങ്ങളാണ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? 5th August, 5th September, 5th October. ഈ 3 മാസത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. വേണമെങ്കിൽ 5th November കൂടെ ആയിക്കോ, 4 മാസം. എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യുക കേട്ടോ. 5th August, 5th September, 5th October, 5th November അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കാവോ? ഈ ഒരു റെക്കറിംഗ് ഡോക്യുമെന്റ് എൻട്രി ചെയ്യാൻ പറ്റില്ലേ? പറ്റും. ഓക്കെ, അപ്പോ ഈ ഒരു ട്രാൻസാക്ഷൻ നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് വേഗം ഒന്ന് ഫോട്ടോ എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ ഓൺലൈനിൽ ലീവ് ചെയ്യുന്നേ കൊള്ളാം, ബട്ട് നിങ്ങൾ ലീവ് ചെയ്യുന്നതിന് ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയിട്ടാണ് ലീവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ
നിങ്ങൾ ലീവ് ചെയ്താലും ചെയ്തു നോക്കും എന്നൊരു വിശ്വാസത്തിലാണ് നിങ്ങൾ ലീവ് ചെയ്യുന്നത് ഞാൻ അനുവദിക്കുന്നത്. നിങ്ങൾ അഥവാ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ഓൺ ദ സ്പോട്ട് ലീവ് ആക്കുകയാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് ചെയ്തിട്ട് വേണം ലീവ് ആവാൻ. അതല്ല ചെയ്യാണ്ട് നിങ്ങൾ ലീവ് ആവുകയാണെങ്കിൽ ചെയ്ത് തീർക്കും. പിറ്റേ ദിവസം ക്ലാസ് വരുമ്പോഴേക്കും ചെയ്ത് തീർത്തിട്ട് ലീവ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള റൂൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാൻ ക്ലാസ്സിന്റെ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞു SIP യുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല. എല്ലാം നിങ്ങൾ അന്നെന്നുള്ളത് അന്നു തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോവാം. കാരണം ഇത് ഇത്തിരി വാസ്റ്റ് ടോപ്പിക്കാണ്. 2 മാസത്തെ കോഴ്സാണത്. അപ്പൊ ഈ ഒരു കോഴ്സിനകത്ത് നിങ്ങൾ ഈ പറയുന്ന കറക്റ്റ് സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, കറക്റ്റ് സമയത്ത് നിങ്ങൾ അസൈൻമെന്റ്സും ഞാൻ തരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും കറക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ ബുദ്ധിമുട്ട്. നിങ്ങൾ എക്സാമിന്റെ സമയത്തൊക്കെ ബുദ്ധിമുട്ടേണ്ടി വരും. ഞാൻ പറയുന്ന ടാസ്കുകൾ അപ്പൊ ചെയ്തു പോവുക, അതിൽ ഒരു ഡിലേ വരുത്തണ്ട, കറക്റ്റ് ആയിട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ, ഞാനത് റിപ്ലൈ ചെയ്തിരിക്കും. അതിനൊരു മാറ്റമില്ല, ഞാൻ എന്തായാലും റിപ്ലൈ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെ ചെയ്തു നോക്കുക കേട്ടോ. കാരണം ഇനി നമ്മൾ അടുത്ത ആഴ്ച ഇത്തിരി വലിയ ടോപ്പിക്കിലോട്ടാണ് പോകുന്നത്. സോ അതുകൊണ്ട് ഈ വീക്കിൽ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കവർ ചെയ്ത് പോവുക. ഓക്കെ, അപ്പൊ ഇത് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മീറ്റിംഗിനകത്ത് ഞാൻ ഉണ്ടാവും, അതിനകത്ത് ചോദിക്കാം. അല്ല മീറ്റിംഗിനകത്ത് ഞാൻ ഒന്നും പറഞ്ഞില്ലെങ്കിൽ വാട്സപ്പിനകത്ത് ചോദിച്ചാലും മതി, ഞാൻ വാട്സപ്പിൽ റിപ്ലൈ ചെയ്തേക്കാം. ഓക്കെ, ഞാൻ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ.